ഇനി നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിനിമം കോസ്റ്റ് കണ്ടെത്താൻ പോവുകയാണ്. അപ്പം അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് ഐ കോമ എസ് ഈക്വൽ ടു മിനിമം ഓഫ് ലിറ്റിൽ ഒമേഗ ഐ കോമ ജെ പ്ലസ് ജി ഓഫ് ജെ കോമ സെറ്റ് ഓഫ് എസ് മൈനസ് ജെ. ഇതാണ് നമ്മളെ ഇക്വേഷൻ, നമ്മളെ ഫംഗ്ഷൻ. ഇതിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വെർട്ടെക്സും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വെർട്ടിസസ് ആണ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വെർട്ടിസസ് ആണ്. ഓക്കെ, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് എ ബി ഡി സി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഈ വാല്യൂസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ജി ഓഫ് എ കോമ അല്ലേ, എ എടുത്തു പിന്നെ അതിൻ്റെ എന്ത് ചെയ്യുക, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, ബിയും സിയും ഡിയും ആണ് അല്ലേ. അപ്പോൾ അത് തന്നെ നമ്മൾ എഴുതി, അത് സെറ്റ് ഓഫ് ബി കോമ സി കോമ ഡി അങ്ങനെ എഴുതി. ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എഴുതാണ് മിനിമം ഓഫ് ലിറ്റിൽ ഒമേഗ എ കോമ ബി. എ അതിൽ നിന്ന് എന്ത് ചെയ്തു, ആ ബി സി ഡിന്ന് ബീനെ നമ്മളെടുത്തു, അപ്പോൾ എന്ത് ചെയ്തു, എ ബി എഴുതി. പ്ലസ് ജി ഓഫ് അതിൻ്റെ റിമൈനിങ് എന്താ, പിന്നെന്താ ബാക്കി ഉണ്ടാവുക, അതിന് നമ്മൾ പുറത്തെടുത്ത, അതായത് എ ബി ആണ് എടുത്തത്, അപ്പോൾ അതിന് എന്ത് ചെയ്തു, എ എടുത്തു ബി എടുത്തു. അപ്പോൾ പ്ലസ് ജി ഓഫ്, പിന്നെ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്താ, ഐയും ജെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജെ കോമ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്, അതേപോലെ നമ്മളിവിടെ എഴുതാൻ പോവുക. പ്ലസ് ജി ഓഫ് ബി കോമ റിമൈനിങ് വെർട്ടിസസ്, അതായത് സിയും ഡിയും, അതൊരു ഇക്വേഷൻ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, എ എന്നെ ഫസ്റ്റ് എടുക്കും, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, സീനെ നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പം ആ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ, ലിറ്റിൽ ഒമേഗ എ കോമ സി പ്ലസ് ജി ഓഫ് സി കോമ റിമൈനിങ്, അതായത് ബി കോമ ഡി, രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ ഇപ്പം എന്ത് ചെയ്യുക, ബിയും സിയും എടുത്തു, അടുത്ത അവിടെ നിന്ന് എടുക്കാനുള്ളത് എന്താ, ഡി ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവാണ്, എൻ്റെ ഡി ആയിട്ടുള്ള കോമ്പിനേഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ എന്താ, ഡി ലിറ്റിൽ ഒമേഗ എ കോമ ഡി പ്ലസ് ജി ഓഫ് ഡി കോമ സെറ്റ് ഓഫ് ബി കോമ സി, ഇക്വേഷൻ 3യും കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ 3 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വി സോൾവ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1നെ സോൾവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 എന്താ, മിനിമം ഓഫ് ഒമേഗ എ കോമ ബി പ്ലസ് ജി ഓഫ് ബി കോമ സി കോമ ഡി സെറ്റ് ഓഫ് സി ഡി, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഹിയർ വി നോ ദാറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം എന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. നമ്മളിതിൻ്റെ മുമ്പത്തെ നമ്മളെ ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് ബിക്കിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. പക്ഷേ ജി ഓഫ് ബി കോമ സെറ്റ് ഓഫ് സി ഡി എന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാല്യൂ പറയാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, ദെൻ വി ക്യാൻ എഗെയിൻ സോൾവ് ജി ഓഫ് ബി കോമ സെറ്റ് ഓഫ് സി ഡി. ഇതെന്ത് ചെയ്യണം, നമ്മൾ സോൾവ് ചെയ്യണം. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യും, 2 ഇക്വേഷൻ നമുക്ക് കിട്ടും. ഫസ്റ്റത്തെ എന്താ, ബിയും സിയും ഉള്ള കോമ്പിനേഷൻ എടുക്കും, ബി സി സെറ്റ് ഓഫ് ഒമേഗ എന്ത് ചെയ്യുക, ബി സി പ്ലസ് ജി ഓഫ് സി ഡി, ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടും. അടുത്ത് എന്ത് ചെയ്യുക, മിനിമം ലിറ്റിൽ ഒമേഗ ബി ഡി പ്ലസ് ജി ഓഫ് സി കോമ സെറ്റ് ഓഫ് സി, ഇങ്ങനെ എന്ത് ചെയ്തും 2 ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഈ 2 ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ നമുക്ക് വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ 3 നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നോക്കാം, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമുക്കറിയാം ഒമേഗ ബി കോമ സി എത്രയെന്നില്ല നമുക്കറിയാം. അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എഴുതി പോവാം. അപ്പോൾ ഫസ്റ്റ് വി സോൾവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയ സമയത്ത് എന്ത് ചെയ്യുക, ഒമേഗ എ കോമ ബി എന്ത് ചെയ്യുക, 16 പ്ലസ് അവിടെ എഴുതുക, 16 പ്ലസ് പെൻസിൽ കൊണ്ട് എഴുതുക, ബാക്കി നമുക്കറിയില്ല. ഓക്കെ,
അപ്പോൾ അവിടെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് അതായത് ജി ഓഫ് ബി കോമ സെറ്റ് ഓഫ് സി ഡിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി ഒമേഗ ബി കോമ സി നമുക്ക് എത്രയെന്നില്ല അറിയാം. ബിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്. 13 പ്ലസ് ബാക്കി നമുക്കറിയില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒമേഗ ബി കോമ ടി അതിൻ്റെ വാല്യൂ നമുക്കറിയാം 16. ബിന്ന് ഡിയിലോട്ടുള്ള 16 ആണ്. പ്ലസ് ബാക്കി എത്രയെന്നില്ല നമുക്കറിയില്ല. ഇനി ഫസ്റ്റത്തെ എക്സ്പാൻഡ് ചെയ്ത രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ രണ്ടിൻ്റെയും ജി ഓഫ് സി കോമ സെറ്റ് ഓഫ് ഡിയും ജി ഓഫ് ഡി കോമ സെറ്റ് ഓഫ് സിയും നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മളിവിടെ രണ്ടിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, കിട്ടുമ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ജി സി കോമ സെറ്റ് ഓഫ് ഡി ഫസ്റ്റത്തെ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ലാസ്റ്റ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ജി ഓഫ് സി കോമ സെറ്റ് ഓഫ് ഡി അത് നമുക്ക് എഴുതുകയാണ് വെച്ചെങ്കിൽ ഒമേഗ സി കോമ ഡി പ്ലസ് ജി ഓഫ് സി കോമ 5 അങ്ങനെ നള്ള് കൊടുക്കും. അതായത് ഒരു ഇക്വേഷൻ്റെ ഫങ്ഷന് ജി ഓഫ് ഡി കോമ എന്ന് പറഞ്ഞിട്ട് ഒരു 5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ജി ഓഫ് ഡി കോമ എ എന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. സി കോമ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഓഫ് സി കോമ എ എന്നാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് നോക്കാം. ഒമേഗ സി കോമ ഡി എത്ര, സിന്ന് ഡിയിലോട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. അതേപോലെ തന്നെ ഡിന്ന് എയിലോട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 9 + 5 14 വരും. ജസ്റ്റ് ലൈക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഡി കോമ സെറ്റ് ഓഫ് സി. അപ്പോൾ എന്ത് ചെയ്യുക, ഒമേഗ ഡി കോമ സി എത്രയാണ്, 2 ആണ്. അതേപോലെ തന്നെ ജി ഓഫ് എന്ത് ചെയ്യുക, സി കോമ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ന് എയിലോട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 2 + 4 6 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് ഇക്വേഷനും ഈ രണ്ട് വാല്യൂ നമ്മൾ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 13 പ്ലസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, 16 പ്ലസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 13 പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ 14 നമ്മൾ കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ 27 കിട്ടും. മുകളിൽ നമ്മൾ 16 പ്ലസ് എഴുതി വെച്ച് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, താഴെ കിട്ടിയ 6 ഉണ്ടല്ലോ, 6 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, 22 കിട്ടും. ഇനി ഇതിൽ രണ്ടിലും ഏറ്റവും മിനിമം വാല്യൂ, അതായത് മുകളിലത്തെ ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തതാണല്ലോ ഇതിൽ രണ്ടിലും കിട്ടിയ മിനിമം ഒന്ന് 27 ആണ്, 22 ആണ് കിട്ടിയത്. ഇതിൻ്റെ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ 16 എഴുതി വെച്ചിരുന്നു. 16 + 22 = 38. അപ്പോൾ ഏറ്റവും മുകളിൽ നോക്കുക, ഇക്വേഷൻ 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ആണ് കിട്ടുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 2നെയും അതേപോലെ തന്നെ ഇക്വേഷൻ 3നെയും നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ വാല്യൂ എഴുതി സോൾവ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ എഴുതി സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഇങ്ങനെ കിട്ടും. 16 + 22 എന്ന് പറഞ്ഞാൽ 38 കിട്ടും. 11 + 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 കിട്ടും. അതേപോലെ തന്നെ 6 + 17 കൊടുത്തു കഴിഞ്ഞാൽ 23 കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്തിൻ്റെ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ആണ്. അതിനല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത് ട്രീ രൂപത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിൻ്റെ ഫൈനലി ആയിട്ട് ഈ 3 ഇക്വേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഹിയർ ദ മിനിമം കോസ്റ്റ് ഈസ് 23. പാത്ത് ഈസ് എ കോമ ഡി കോമ സി കോമ ഡി. ഇതായിരിക്കും എന്ത് ചെയ്യാം ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ്റെ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകതകൾ എന്താ, അതാണ് ഞാനിവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ദ ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് പാത്ത് ടൂറാണ്. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്താനാണ്. അതേപോലെ തന്നെ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, NP ഹാർഡ് പ്രോബ്ലം കൂടിയാണ്. അത് പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷോർട്ടസ്റ്റ് പാത്ത് കാണാനുള്ളൊരു ഇതാണ്. ഇത് മിനിമൈസേഷൻ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ NP ഹാർഡ് പ്രോബ്ലം കൂടിയാണ്. NP ഹാർഡ് പ്രോബ്ലത്തിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവലിംഗ് സെയിൽസ്മാൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ.